കാറിടിച്ച് ചക്രം കൈ വാങ്ങിക്കുമ്പം എന്റെ കമ്മീഷൻ എങ്ങി തരണം. ഞാനാണ് ഇതെല്ലാം പറഞ്ഞു തന്നത്. അതൊക്കെ സമ്മതിച്ചു. വാലൻസ് വാലൻസ്. ഇതാണ് സ്ഥലം. കാർ വരണ സമയം നീ ചാടണ സമയം ഒത്തിരിക്കണം. അവന് ബ്രേക്ക് ഔട്ടാനുള്ള സമയം കൊടുത്തില്ലെങ്കിൽ മുടിപ്പര അമ്മച്ചാണ് നിന്റെ കാറ്റ് പോവും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അല്ലാണ്ട് വരണം. സൈക്കിൾ ചാട്, വേഗം ചാടറേ. ചാട്. നീയൊക്കെ പോലീസാ. അയ്യോ, നമ്മൾ ഒരിക്കലും അന്യന്റെ മുതൽ ആഗ്രഹിക്കാൻ പാടില്ലല്ലേ? ആഗ്രഹിച്ചാ ഇതാ ഇങ്ങനെ കിടക്കും. എന്താണ് ഡോക്ടറെ വിളിക്കുന്നു? ഡോക്ടറെ വിളിക്കും. അല്ല, നമ്മൾ ഈ സമയത്ത് പറയാൻ പാടില്ലാത്ത എന്നാലും നമ്മൾ പറയാണ്. ഈ ബില്ല് മുഴുവൻ കീരിക്കാടം കൊടുത്തു വിചാരിക്കുക. എത്ര നാളും ഡാൻസ് ചെയ്യണോ ഇതൊന്ന് വീടാൻ? ഇനിയിപ്പോ എവിടുന്ന് വീടാൻ? കമ്മണ്ട് സാറേ, ഈ നെഞ്ചത്ത് ഇങ്ങനെ ഒരു മുറിവ് വന്നാൽ അത് ക്യാൻസർ ആവുമെന്ന് പറയുന്നത് ശരിയാണ്. ആയിക്കൂടാന്നില്ല. എന്റെ അളിയാ, എന്തായാലും കുഷ്ഠരോഗം ആഴ്ച മതിയായിരുന്നു. കണ്ടക്ടറെ, കമ്പൗണ്ടർ ആ രണ്ടൊന്നു തന്നെ. ഇവിടെ വെക്ക്. ഇതിപ്പോ ഇവിടെ വെച്ച് മുറിക്കോ അതല്ല ഇവിടെ വെച്ച് ഇങ്ങനെ മുറിക്കോ? അത് ഒടുവിനെ അനുസരിച്ചല്ലേ മുറിക്കുക. രണ്ടായാലും കാര്യമൊന്നും തന്നെ. എവിടെ വെച്ച് മുറിച്ചാലും ആയുഷ്കാലം മുഴുക്ക ഇവന് നൃത്തം ചെയ്യാൻ ഒക്കത്തില്ലല്ലോ. അതല്ലേ എന്റെ വിഷമം. അതിന് ഊന്നുപടി കൊടുക്കൂലേ? അതൊരു ചന്തം ഉണ്ടാവില്ലേ? അല്ല, എപ്പോഴാണ് ഇത് മുറിക്കുക? അതൊന്നും പറയാറായിട്ടില്ല. തന്റെ പേരിൽ ആത്മഹത്യാ ശ്രമത്തിൽ കേസ് ചെയ്തിട്ടുണ്ട്. അവയല്ല ഉപ്പയില്ല. இந்த சோத்துல ஒரே கல்லா இருக்கு. அரிசியில இருந்து கல் எடுக்க கண்ணு சரியா தெரியலடா. ஏன் பாட்டி, இந்த வீட்டுல உன் கூட வேலை செய்யறதுக்கும் சாப்பாடு பண்றதுக்கும் யாராவது ஆள் வைக்க கூடாதா? இந்த காலத்துல நல்ல வேலைக்காரியே கிடைக்காதடா. வேலைக்காரி இல்லாம வேற யாராவது இருந்தா? அப்படி யாரு வருவான்? அப்போ நான் ஒரு கல்யாணம் பண்ணட்டுமா? என்னடா சொன்ன? கொன்னு போட்டுடுவேன். பிரம்மச்சாரியா கோயில்ல பூஜாரியா இருக்க வேண்டியவன் உன் தாத்தா மாதிரி இந்த குடும்பத்தோட கௌரவத்தை கெடுக்க பாக்குறியா? சண்டோளா போவி. இந்த வீட்டுல யாருமே இல்லாதனால இது வீடா? ஒரு 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 சத்தமே இல்ல. அப்படின்னா அந்த மிருதங்கத்தை எடுத்து காலையில மாலையில 2 வேளை வாசி, சத்தம் வரும். ஆனா மனசுக்கு சந்தோஷம் வந்தா தானே இந்த கையில தாளம் வரும். உனக்கு இங்க சந்தோஷம் கிடையாதா? இருக்கு, பெருத்து இருக்கு. என்னை விட்டு ஜாஸ்தி பேச வைக்காத. உனக்கு எப்படா சந்தோஷம் வரும்? வரும்போது அந்த மிருதங்கத்தை எடுத்து வாசிச்சு உன்னை புரிய வைக்கிறேன். கல்யாணம் பண்ணாம நான் சத்து போனா அதோட இந்த குடும்ப வம்சமே முடியறது. அப்புறம் இந்த வீடு பாக்குறதுக்கும் ஆள் இருக்காது, பூஜை செய்யறதுக்கும் ஆள் இருக்காது. அது மட்டும் நீ ஞாபகம் வச்சுக்கோ. ஆமா. ഇതാ ശങ്കര, കൊണ്ടുപോയിക്കോളൂ. ഇതേ ഉള്ള ഒരു പോതരവില്ലല്ലേ? ഓട്ട ഉണ്ടാന്ത. ശങ്കര, ശങ്കര വേഗം വയ്ക്കോളൂ. എന്താ ഇത്? എന്താ പറ്റേ താമസിച്ചത്? താമസിച്ചു. പറ്റേ പാട്ടേ. അല്ല, ഞമ്മള് മുതലാളി അങ്ങോട്ട് പോയി. പുള്ളി പ്രസിൽ നോട്ടീസ് അടിക്കാൻ വേണ്ടി പോയിരിക്കുക. ഒരു കൊല്ലായിട്ട് ഇത് അടിച്ചു കിട്ടിയില്ലേ? മൂപ്പര പ്രസിപ്പൊക്കെ ഞമ്മക്കത്ര പിടിക്കുന്നില്ല കേട്ടോ. എനിക്കും സംശയമില്ലാതില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. വന്നേ വന്നേ. അല്ല, കഞ്ഞി എടുക്കണം. കഞ്ഞി ഇവിടെ വെക്കാം. പോയിട്ട് വരെ. നിക്ക് നിക്ക് നിക്ക്. അല്ല, ഊണ് കഴിച്ചോ? വേണ്ട. ഇരുന്നോളൂ, ഞാൻ വിളമ്പിത്തരാം. ഇരിക്കുന്നേ, ഇപ്പൊ വരാം.
என்னடா சுப்பு உனக்கு சந்தோஷம் வந்தாச்சா? വന്നാച്ച്. രോഹിണി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? രോഹിണിക്ക് എങ്ങനെയുള്ളവരാ ഇഷ്ടം? എങ്ങനെയുള്ളവരെന്ന് വെച്ചാ? ഏത് തരത്തിലുള്ള ആൾക്കാരാണ് ഇഷ്ടം? എനിക്ക് നല്ല ആളുകളൊക്കെ ഇഷ്ടാ. ഞാൻ എങ്ങനെയുള്ള ആളാ? മനസ്സിലായില്ല. ഞാൻ നല്ലവനോ ചീത്തയോ? നല്ലവനാന്നാ ഞാൻ കരുതിയിരിക്കണ. അപ്പോ 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 എന്നെ ഇഷ്ടാണോ? ഇല്ല, വിരോധ. അതെന്താ? വീട് ഇത്ര അടുത്തായിട്ടും ഒരു സാമാന്യ മര്യാദക്കെങ്കിലും എന്നെ അങ്ങോട്ടൊന്ന് വിളിക്കുക, ഒരു കപ്പ് കാപ്പി തരിക. അത് ഞാൻ വിളിക്കാം. അല്ല, ഞാൻ വിളിക്കാം. ഇപ്പൊ തന്നെ ആയാലെന്താ? എന്തേ ആലോചിക്കണേ? ഒന്നുമില്ല. ഇപ്പൊ വേണ്ട. ഞാൻ ഒരു ദിവസം വിളിക്കും. അന്ന് രോഹിണി വരണം. വരില്ല എന്ന് പറയരുത്. ആ വളവ് കഴിഞ്ഞ് റോഡിലേക്ക് ഇറങ്ങിയാൽ എന്റെ വീടായി. അതെയോ? പഴയ വലിയ തറവാടാ. നോക്കാൻ ആളില്ലാഞ്ഞിട്ട് മുറ്റമൊക്കെ കാട് പിടിച്ച് വീടാകെ നാശമായി കിടക്ക. വീട്ടില് ഞാനും പാട്ടിയും മാത്രല്ലേ ഉള്ളൂ. എന്താ? ഒന്നുമില്ല. ഇതാണോ വീട്? അല്ല, ആയിട്ടില്ല. നടന്നോളൂ. ഇത് തന്നെയാ വീട്. കാടും പെടലൊക്കെ പിടിച്ച് കിടക്കാന്ന് പറഞ്ഞിട്ട്? അല്ല, പണ്ട് ആളും ബഹളമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഇവിടെ മുഴുവൻ പൂക്കളായിരുന്നു. ഇപ്പൊ പിന്നെ അത് വെച്ച് നോക്കുമ്പോ ഇതൊക്കെ കാടും പടലവും തന്നെയാ. അല്ല, ഞാൻ എല്ലാം ഒരുക്കിയിട്ട് ഒരു ദിവസം വിളിക്കും. അപ്പൊ വരണം കേട്ടോ. உனக்கு பைத்தியம் பிடிச்சிருக்கா? என்ன மானம் கெடுத்துறதுக்காக மண்டைக்காட்ட கோயில கொடி போட்ட மாதிரி எடுத்து டெக்கரேட் பண்ணிருக்கேன். என்ன பண்ண போறே? இன்னையில இருந்து நான் ஜெட்டி போடும். என்ன? இன்னையில இருந்து ஜெட்டி தான் நான் போடுவேன். ஐயோ ராமராமா. ஐயோ. എന്ത് വേണം സാർ? എന്താ വേണ്ടേ? ഈ സാറിന്റെ സൈസിന് രണ്ട് ജട്ടി എടുത്തു കൊടുത്തേ. സൈസ് എത്ര സാറേ? അത് വേണമല്ലേ? അതിപ്പോ സാറേ, സൈസ് എത്രന്ന് പറഞ്ഞില്ല. തേങ്ങ. രംഗം പാഞ്ചാലി വസ്ത്രാക്ഷേപം. വന്നിരിക്കില്ല. പണ്ടമാണുനി അണയ പണ്ടമാണുനി, പണ്ടമാണുനി അണയ പണ്ടമാണുനി. ദാസിയാണു നീ വെറും ദാസിയാണു നീ, ദാസിയാണു നീ വെറും ദാസിയാണു നീ. വിടുകയില്ല വിടുകയില്ല കൊടിയ കുലടയെ, അടിയടിച്ചു പടിയടച്ചു വഴിയിലാക്കിടും ഇവളെ വഴിയിലാക്കിടും.
അയ്യോ ഇനി പഠിക്കല്ലേ അയ്യോ നീ ആര് മകളാ? ഇന്ന് രണ്ടിലും നിന്റെ കിട്ടനോട് പറ വാങ്ങിച്ചു തരാൻ. ഒന്ന് പറ മാഷേ ഒന്ന് പഠിക്കാമെന്നേ എന്റെ മോളുടെ തുണി ഇത്രയും മാറുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇവന്മാര് സ്ഥിരം ചളമാണ്. അയ്യേ സെക്കൻഡ് ഷോ പോയാൽ മതി. മതിയായിരുന്നു. ഞാൻ മറ്റേ തലയിലിട്ട് ഞാൻ ഒരടി. ഞാൻ വരടെ കിഷേ. വരുന്ന തിങ്കളാഴ്ച ഉദയാസ്തമന വഴി നടത്തിയേക്കാമേ. ഉപദ്രവിക്കരുതേ, പരീക്ഷിക്കരുതേ. ഈശ്വര കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനേ. கடவுளே நீ சிவத்து பெண்ணன் கையில இருந்து சம்பளம் வாங்கக்கூடாது. அவன் கொடுக்கறது தான் வாங்கணும். அவன் எந்த விதமான தொந்தரவும் பண்ணக்கூடாது. പാട്ടിയമ്മ ഒരു വിശേഷം അറിഞ്ഞോ? എന്നാ? ഇന്നലെ രാത്രി ചേക്കേരിയുടെ പറമ്പില് ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടു അത്രേ. അവിടെ അമ്പലം കെട്ടാൻ പോവാ. நேத்துக்கு ராத்திரி கடவுள் இங்கேயும் வந்தாச்சு. நான் என்ன கண்ணால பார்த்தாச்சு. അതെയോ? ஆமா. ഒക്കത്തിനൊരു യോഗം വേണേ. വയസ്സുകാലത്ത് പാട്ടിയമ്മയുടെ ഒരു ഭാഗ്യം. நேத்து ராத்திரி நான் கடவுளை பார்த்தபோது உன்னை பாக்குற மாதிரியே இதுடா சுப்பு. நீ பிறந்தப்பவே நான் நினைச்சேன் உனக்கு என்னவோ ஒரு தெய்வீக சக்தி இருக்குன்னு. எனக்கு ஆபீஸுக்கு போக டைம் ஆச்சு. சீக்கிரம் காப்பி எடுங்க. இதோ போறேன் போறேன். ഈശ്വരൻ മമതാച്ചു പോലും തന്നെ കൊണ്ടൊരു പിണ്ണാക്കിനും കൊള്ളൂല്ലോവേ. ഇത്രയും നാളായിട്ട് അവളോട് ഇഷ്ടമാണെന്നൊരു വാക്ക് വെക്കാൻ വയ്യെങ്കിൽ മനുഷ്യനെ മെനക്കെടുത്താ ചുമ്മാ ചലമ്പാണ്ട് പോയി സാമി. പറയണമെന്നുണ്ട്, പക്ഷെ അടുത്ത് ചെല്ലുമ്പോ ഒരു പേടി. ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞാല് നട്ടലുള്ളമാർക്കേ പറ്റും. ശങ്കര ഒന്ന് സഹായിക്കണം. ഇനി എന്തൊരു സഹായിക്കാൻ? ഇതിനൊക്കെ നല്ലത് ഞാൻ അവളെ പ്രേമിക്കുകയാണ്. രഹസ്യം പീസ്. അയ്യോ ശങ്കര ശങ്കര സ്വാമി ആ ലൈറ്റ് കണ്ട അത് വിൽക്കാനൊക്കെ ശങ്കര. വിൽക്കാനല്ലവേ അത് ഞാൻ പറയണ കേള്. കണ്ണും പിണിയും കണ്ടുകൂടും സ്വാമി. ഈ പെണ്ണിന്റെ മനസ്സിലും ഇതുപോലൊരു ലൈറ്റ് ഉണ്ട്. അവിടെ പച്ച കത്തിയ പ്രേമം നടക്കും, ചെവല കത്തിയ ഡിം നടക്കൂല. അതുകൊണ്ട് അവിടെ പച്ചയാണോ ചെവലയാണോ എന്ന് ആദ്യം കണ്ടുപിടിക്കും. അതെങ്ങനെ? ഒന്നുമില്ലേ സ്വാമി. ഇനി അവളെ സൗകര്യത്തിന് കിട്ടുമ്പോ കണ്ണു അടച്ചോണ്ട് ഒറ്റ പറച്ചില്ല. ഇട്ടമാണെങ്കിൽ പച്ച സാരി കൊടുത്തോണ്ട് വാ, ഇല്ലേ ചെവല സാരി കൊടുത്തോണ്ട് വാ. രണ്ടിലൊന്നും അറിയാവല്ലേ? അത് കൊള്ളാം ശങ്കര. സ്വാമിയുടെ കൈയൊന്നും ഇല്ലേ? ഒന്നും എടുത്തില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഉരുട്ട് ചെമ്പ് പാത്രങ്ങൾ എടുത്തോണ്ട് വന്നാൽ ഞാൻ വാങ്ങിക്കില്ല. ചെമ്പിനൊക്കെ വില കുറഞ്ഞ് ഇപ്പൊ ഇതേ ഉള്ളൂ. നാലെണ്ണയ്ക്ക് പാറ്റാഗുളിയെ വാങ്ങിച്ച് പാട്ടയ്ക്ക് പഴഞ്ഞിയിൽ കുഴച്ച് കൊടുക്കേ. കൊഴിയട്ട് തരി. 4 എണ്ണെങ്കിൽ 4 എണ്ണ വായു ഗുളിക വാങ്ങിക്കാവല്ലേ. മേക്കാട്ടെ രോഹിണിയുടെ കല്യാണത്തിന് എന്തെങ്കിലും കൊടുക്കണ്ടേ മോളെ? ഞാൻ എന്തെങ്കിലും മേടിച്ചോ? അമ്മയ്ക്ക് എവിടുന്നേ കാശ്? അപ്പുറത്തെ രാമചന്ദ്രന്റെ അടുത്ത് വാങ്ങിച്ചതാ. ഞാൻ വരുമ്പോ വാങ്ങിച്ചോണ്ടിരാ. നിന്റെ പ്രായത്തിലുള്ള ഓരോരോ പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോ അമ്മയുടെ വയറ്റിലെ തീയ. അമ്മയ്ക്ക് എപ്പോഴും ഇങ്ങനെ ഓരോന്ന് എണ്ണിപ്പറക്കിരുന്ന് വിഷമിക്കാനേ നേരമുള്ളൂ. എന്റെ വിഷമം എനിക്കല്ലേ അറിയൂ. മേക്കാട്ടെ രോഹിണി നീയും ഒരേ പ്രായ, ഒരുമിച്ച് കളിച്ച് വളർന്നു വരും. അവളുടെ കല്യാണമായി. നിന്റെ കാര്യം ഞാൻ നേരത്തെ വരാം. പിന്നെ മുഹൂർത്തം 6 മണിക്ക് ഒരുങ്ങിയിരുന്നോളൂ കേട്ടോ. ഛെ
ആകാശം പൊട്ടിയില്ല. ചേട്ടാ, എന്നെ അടുത്ത ജംഗ്ഷനിലൊന്ന് വിടാൻ പറ്റുമോ? കേറിക്കോളൂ. വരട്ടെ. ഞാൻ തുളച്ചിടങ്ങുള്ള മാറുവേ. മൊയിലാളി, മൊയിലാളി. പുണ്യം കിട്ടാനല്ല ജോലി ചെയ്യുന്നത്. ബാലെ പൊളിഞ്ഞത് ഞാൻ കാരണമാണോ? അല്ലെങ്കിൽ കീരിക്കാട്ട് തിയേറ്റേഴ്സിന്റെ ഏത് ബാലയാ ഇവിടെ പൊളിയാതിരുന്നിട്ടുള്ളത്? നാട്ടുകാർക്ക് കൊതി തീരെ കല്ലും ചെരുപ്പ് എറിയാനും കൂവാനുള്ള ഒരു പ്രസ്ഥാനാണല്ലോ ഇത്. കാശിന്റെ കാര്യം ചോദിക്കുമ്പോൾ മാത്രം കാതും കേൾക്കൂല, ഉറക്കൂ. മണ്ണ് വരെ അടിക്കും ഞാൻ ബായില്. മൊയിലാളി, 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 ഉറങ്ങുക. കാശിനല്ല, ഒരു സന്തോഷ വാർത്ത. അണ്ണൻ വിളിക്കിറങ്ങി. എന്താണോ അണ്ണൻ വെളിയിലോട്ടിറങ്ങി വരി. നീ പണ്ട കണ്ട പെരിച്ചാലി പോലും നിമിടിക്കാണ്ട് കാര്യം പറ. പിന്നെ പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞില്ല എനിക്ക് 500 രൂപ എന്ന സുരേഷ് മേനു സാർ അങ്ങേരുടെ കാറില് രോഹിണി, നമ്മുടെ രോഹിണി. എന്താ രോഹിണി കൊണ്ട് തല വെച്ചോ കാറിന്റെ അടിയിൽ? അല്ലല്ല, പിന്നെ ആ കാറിലാണ് രോഹിണി ഇപ്പൊ വന്ന് ഇറങ്ങിയത്. മുടിപ്പര അമ്മയ്ക്കാണ് സത്യം. എന്റെ കാശ് ഇപ്പൊ തരും. അണ്ണൻ വരി, വരി അണ്ണ, വീടല്ലേ വെക്കം വരി. അയ്യോ പെയ്യ. അല്ലല്ല, കിടക്കണ. എന്റെ മുടിപ്പര അമ്മച്ചിയാണ്, കണ്ണ് ദൃഷ്ടിയാണ് ഞാൻ കണ്ടേ. ഒരു വെള്ള ബെൻസ് 555. വലിക്കുന്നതാണ്. അയ്യോ ഇത് വലിക്കണല്ല, ഓട്ടിക്കണ കാറ് മുതലാളി. എന്റെ മുതലാളി എവിടെ അങ്ങനെ അതിന്റെ അകത്ത് കയറി വിട്ടത്? നീ വല്ല സ്വപ്നം കണ്ട? അല്ല. കേട്ടോ ശരിയാണോ? എന്തായാലും കേട്ടോ ശരിയാണോ? എന്തായാലും രോഹിണി ഇവിടെ കാറിൽ ഇറങ്ങിയെന്ന്. ഇറങ്ങിയെങ്കില് ഇപ്പൊ ഷുവറായില്ലേ ഓള് പോക്കാണ്. നമ്മൾ ആദ്യം പറയുമ്പോ ആരും വിശ്വസിച്ചില്ല. ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയണമല്ലോ. എന്തൊരു സത്യാവസ്ഥ, പെണ്ണ് കയറി കൊളുത്തി പ്രേമം. പ്രേമം, ഇത് അഡ്ജസ്റ്റ്മെന്റ്. കിട്ടാത്ത മുന്തിരിങ്ങ പുള്ളിക്കും. എന്നാലും പെണ്ണ് പുളിങ്കൊപ്പി തന്നെ കയറി പിടിച്ചൂട്ടല്ലേ. ഇപ്പൊ ഇവിടെ ഒരു കാറ് വന്നത് പോയോ? വേയ് വേയ്. കാശിന്റെ കാര്യം. എന്റെ കാശ് കണ്ണി കണ്ട ഉത്സവപ്പറമ്പിലൊക്കെ ബാല നോക്കിയിട്ട് നോട്ടീസ് പബ്ലിസിറ്റി ഇല്ല. ഒരു തയ്യക്കാരനുള്ള ആര് ഇന്റർനാഷണൽ തയ്യക്കാരനോ? പ്രസി കൊടുത്ത മാറ്ററിൽ അവിടെ അയാൾ കൊണ്ട മറ്റിടത്ത് കൊണ്ട് വെച്ചിരിക്കുക. ഞാൻ ഒരു ചെറുക്കാണ് വിട്ടിരിക്കുന്നത്. അടച്ച് പൂട്ട് ഞാനല്ല. ഇപ്പൊ എന്താ പറഞ്ഞത് മനസ്സിലായേ? കാശ് കിട്ടൂല, പുതിയ ടെക്നിക്കാ. ഉറക്കമില്ലേ, അതിന്റെ 2ാം ഭാഗം. ഈശ്വര, രോഹിണിക്കിനെ എങ്ങനെ ഒരു പ്രസന്റ് വാങ്ങിക്കൊടുക്കുക? കണ്ടില്ല കേട്ടോ.